കഴിഞ്ഞ ദിവസം മലയാളികൾ എല്ലാവരും വികാരഭരിതമായി കണ്ട ഒരു കാഴ്ചയായിരുന്നു സലീം കുമാറിൻ്റെ മൂത്ത പുത്രൻ ചന്തു അവിടെയുള്ളവരോടെല്ലാവരോടും തന്നെ കീണപേക്ഷിച്ച് ചോദിക്കുന്നത്, നിങ്ങളൊന്ന് പുറകിലേക്ക് മാറാമോ എന്നത്. അവസാനം അവർ കേൾക്കാതെ വന്നപ്പോഴേക്കും നിങ്ങൾക്കൊക്കെ എന്താണ് വേണ്ടത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയായിരുന്നു. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ സമാധാനമായി ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാതെ നിൽക്കുന്ന ആ മകൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. എന്നാൽ എല്ലാവരും പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന തൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളായ പിഷാരടി പോലെയുള്ള മറ്റുള്ള താരങ്ങളോട് ചന്തു ചോദിച്ചത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നാണ്. ആ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത്രയും ദേഷ്യപ്പെട്ടത്. അത് മാധ്യമങ്ങളാണ്, അവർ നാളെ പലതും എഴുതി ചേർക്കും എന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ആ ഒരു മാനസികാവസ്ഥയിൽ എൻ്റെ അച്ഛനെ അവസാനമായി കാണാൻ പറ്റുകയും എൻ്റെ അച്ഛനോടൊപ്പം അവസാനമായി ഇരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ആ ഒരു നിമിഷത്തിൽ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ഇത്രയും ബഹളവും ആളുകളുമൊക്കെ കണ്ടപ്പോഴേക്കും ശരിക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന ചോദ്യം കരഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ചന്തു ചോദിച്ചത്. എൻ്റെ അവസ്ഥ അതേ ആയിരുന്നുവെന്നും മറ്റൊരവസ്ഥ തൻ്റെ മുൻപിൽ ഇല്ലായിരുന്നുവെന്നുമാണ് ചന്തു പറയുന്നത്. എന്നാൽ ഒരാൾ പോലും ചന്തുവിനെ കുറ്റം പറഞ്ഞില്ല. നീ ചെയ്തത് ശരിയാണ് മോനെ, മറ്റാരാണെങ്കിലും നിൻ്റെ ആ ഒരു സ്ഥിതിയിൽ അതേ ചെയ്യൂ, അവർക്കതേ ചെയ്യാൻ സാധിക്കൂ. വെറുതെ വിഷമിക്കണ്ട. നീ ഒരു കുറ്റം ചെയ്തതുപോലെ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്നെ പിന്തുണയ്ക്കുന്നവരാണ് പുറത്ത് ഭൂരിഭാഗം പേരും. മാധ്യമങ്ങൾ ഉൾപ്പെടെ നിന്നെ പിന്തുണയ്ക്കുന്നതേയുള്ളൂ. മറ്റാരും നിന്നെ തള്ളിപ്പറയുന്നില്ല എന്ന വാക്ക് കൊടുത്തിട്ടിരിക്കുകയാണ് എല്ലാവരും. അതൊരു സത്യം തന്നെയാണ്. ചിലരൊക്കെ തന്നെയും ചന്തുവിനെ കുറ്റം പറയുന്നുണ്ട്. ചന്തു എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നും അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, അത്തരത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെ വരുമെന്നും അവരുള്ളത് കൊണ്ടാണ് അവിടെയൊന്നും എത്താൻ പറ്റാത്ത ഞങ്ങൾക്ക് സലീമേട്ടൻ്റെ അവസാന ചടങ്ങുകളെല്ലാം കാണാൻ സാധിക്കുന്നുവെന്നും പറയുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചന്തു അവിടെ ആരോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല. പുറകിലോട്ട് മാറി നിൽക്കാനേ പറഞ്ഞുള്ളൂ. തള്ളുകയായിരുന്നു. സമാധാനമായി അവർക്കൊന്നും ചടങ്ങ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മുഖം കാണിക്കാൻ, അല്ലെങ്കിൽ സലീമിൻ്റെ മുഖം കാണാനും അത് ടി വിയിലും മറ്റ് ഫോണിലുമൊക്കെ പകർത്താനുമായിരുന്നു അവിടെ ഉള്ളവർക്ക് തിടുക്കം. പക്ഷേ ചന്തു അവിടെ വഴക്ക് പറഞ്ഞതും മാറി നിൽക്കാൻ പറഞ്ഞതും അവരോട് തന്നെയാണ്. ശരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിരുന്നു ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ എന്നാണ് ചന്തുവിനെ പിന്തുണച്ചുകൊണ്ട് പലരും പറഞ്ഞത്. ഇത്രയും അധികം ബഹളം അവിടെ ഉണ്ടാക്കുമെങ്കിൽ അവരെ ഒന്നും അകത്തേക്ക് പോലും കടത്തില്ലായിരുന്നു എന്ന് പറയുന്നു. പലരും ഇപ്പോൾ സംസ്കാര ചടങ്ങുകളോ മറ്റ് ചടങ്ങുകളോ ഒക്കെ നടക്കുമ്പോഴും മാധ്യമങ്ങളെ അകത്തേക്ക് കയറ്റാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പൊതുദർശനത്തിനായാലും അങ്ങനെയൊന്നും നടത്താറില്ല. ഇത്തവണ ഇവർ മാധ്യമ വിലക്കൊന്നും വച്ചില്ലായിരുന്നു. അതിനുള്ള മാനസികാവസ്ഥയും അവർക്കില്ലായിരുന്നു. കാണാനുള്ളവരെല്ലാം വന്ന് കാണട്ടെ, എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ചെയ്യട്ടെ. മാധ്യമങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് അറിയാമായിട്ടും ചന്തു അതിനൊന്നും ശ്രമിക്കാതെ നിന്നത് അവർക്കുള്ള പിന്തുണയായി തന്നെയാണെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.